സത്യത്തിൽ ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടി പറയുകയാണെങ്കിൽ കേരള മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത ഒരു ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ ഡാറ്റ ചോർച്ച. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നമെന്ന് പറയുന്നത് ഡാറ്റ ആയിരിക്കെ സ്പാർക്കിൻ്റെ കയ്യിലിരുന്ന ഡാറ്റ ഒരു ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക, സ്വന്തം PR ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യതയുടെ നേരെ നടന്ന, ഓരോ വ്യക്തിയുടെയും പൗരൻ്റെയും സ്വകാര്യതയുടെ നേരെ നടന്ന ഏറ്റവും വലിയ കടന്നാക്രമണമാണ് ഇത്. മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമണമാണ്. ഹൈക്കോടതി വിധി വെരി ക്ലിയറാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിനപ്പുറം ഒരു വാചകം കോടതി ഉപയോഗിക്കാനില്ല. അത്രയും തെറ്റായ കാര്യമാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട്, ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട്, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും എങ്ങനെയെങ്കിലും മുഖം തിരിച്ചു പിടിക്കണം അതിനുവേണ്ടിയുള്ള മിനുക്കൽ പരിപാടിയുമായി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ അതിന് പാവപ്പെട്ടവൻ്റെ സ്വകാര്യതയെ ബലിയാടാക്കുന്ന ഈ ക്രൂരകൃത്യം കേരളം ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അങ്ങനെ അവൻ്റെ സ്വകാര്യതയെ കൂടി ബലിയാടാക്കുന്ന ക്രൂരകൃത്യത്തിനാണ് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തത്. അതിനെതിരായിട്ടാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ സർക്കാർ കാവൽ മന്ത്രിസഭയാകാൻ പോകുന്ന സർക്കാരാണ് ദിവസങ്ങൾക്കകം. അതുകൊണ്ട് ഞാൻ രാജിവെച്ചൊഴിഞ്ഞു പോകണം എന്ന് പറയുന്ന കാര്യമല്ല. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ സർക്കാരിനെ പുറത്താക്കാൻ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും വികൃതമായിട്ട മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. ഇന്നത്തെ കോടതി വിധിയോടുകൂടി അത് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ആശ വർക്കർമാർ സമരം ചെയ്തപ്പോൾ ചർച്ചയില്ല, ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ ചർച്ചയില്ല, തൊഴിലുറപ്പ് തൊഴിലാളി സമരം ചെയ്താൽ ചർച്ചയില്ല, വിലക്കയറ്റത്തിനെതിരായി സമരം ചെയ്താൽ ചർച്ചയില്ല. ഇത് വൺ സൈഡഡ് സർക്കാരാണ്. അങ്ങോട്ട് പറയുക, എല്ലാം വാങ്ങിക്കുക, ജനങ്ങളിൽ നിന്ന് കൊടുക്കുന്നൊന്നും, വീട്ടുകരം കൂട്ടുക, വെള്ളക്കരം കൂട്ടുക, വൈദ്യുതി കരം കൂട്ടുക, എല്ലാ കരങ്ങളും കൂട്ടി ജനങ്ങളെ പിഴിയുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സമരം ആരെയാണ് ബാധിക്കുന്നത്? പാവപ്പെട്ടവരെയല്ലേ ബാധിക്കുന്നത്. അവരെ വിളിച്ചിരുന്ന് ചർച്ച ചെയ്യണം. അവർ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിൻ്റെ സാഹചര്യം. പക്ഷേ അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ട. എന്തായാലും അടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശമ്പള കമ്മീഷണറെ അടക്കം എല്ലാ ആനുകൂല്യങ്ങളും അടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർമാർക്ക് എന്താ കുഴപ്പം? സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ചർച്ച ചെയ്യണം. ഡോക്ടർ കമ്മ്യൂണിറ്റി സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ ചില ഡോക്ടർമാർ ഉണ്ടായതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി മൊത്തം നിങ്ങൾ വെറുത്തോ? ചില ഡോക്ടർമാർ സർക്കാർ ആശുപത്രിയുടെ അസൗകര്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ കണ്ണിൽ ശത്രുവായി മാറി. അതുകൊണ്ട് ആ വർഗം മുഴുവൻ അങ്ങനെ ശത്രുവായ ഡോക്ടർ വർഗം മുഴുവൻ. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് സത്യത്തിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ.